ഞാൻ എന്റെ അച്ഛൻ്റെ വരെ മൂത്തങ്ങ് നോക്കടാ. അവന്റെ അച്ഛന്റെ അതേ സ്വഭാവം. എന്തെങ്കിലും കള്ളത്തരം ആരെങ്കിലും പിടിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നെഞ്ചത്തടിയായി നിലവിളിയായി ബഹളമായി. അപ്പൊ പിന്നെ ആരും ഒന്നും ചോദിക്കത്തില്ലല്ലോ. അടികിട്ടണ എന്തിനാ പിടിച്ചു മാറ്റാൻ പോയത്? അടിക്കട്ടെ, അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നത്. ഞാൻ പടത്തിന് പോയി ശരി തന്നെ. ഞാൻ ഇനി പടത്തിന് ഒന്നും അയ്യോ നീ പോകണ പടത്തിന്. നീ അമ്മ എനിക്ക് 19 വയസ്സായപ്പോ 19 വയസ്സ്. ഇല്ല, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു നിനക്ക് 19 വയസ്സായെന്ന്. നമുക്ക് അറിയില്ലായിരുന്നു. എന്റെ കൂടെ പഠിക്കുന്നവരൊക്കെ എല്ലാ ദിവസവും കോളേജ് കട്ട് ചെയ്ത് പോവാണ് ഓരോ സ്ഥലത്തും കറങ്ങാൻ. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ഒറ്റ ദിവസം എന്റെ കണ്ടകശനിക്ക് ഞാൻ പോയി. ഒറ്റ ദിവസം നമ്മൾ കണ്ടതുകൊണ്ടാണ് ഒറ്റ ദിവസമായത്. ആര് പറഞ്ഞു ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ പോണത്? 2 മണി വരെ ഞാൻ കോളേജിൽ ഇരുന്ന്. അല്ല, ഈ പറയണ മാമനും അച്ഛനും പറയാൻ പറ്റുമോ? നിങ്ങളെ മാമനും അച്ഛനും പറയാൻ പറ്റുമോ അതിന്റെ ഇടയിൽ കോളേജ് നിങ്ങൾ കട്ടിയായിട്ട് പോയിട്ടില്ലെന്ന്? ശബ്ദം താഴ്ത്തി പറയടാ. ഇത് താങ്ങാനുള്ള കഴിവില്ലടാ. എന്റെ ചെറുക്ക നശിച്ചടാ. എനിക്ക് വയ്യടാ. അയ്യോ, എനിക്ക് താങ്കളെ കഴിവില്ലടാ. പൊന്നച്ച, ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് പോണത്. ഞാൻ പറഞ്ഞില്ലേ, അതാ ചീനോ അലവലാതി അവൻ നിർബന്ധിച്ചോണ്ട് മാത്രമാണ് പോയത്. നിന്റെ ചീനോ അവനങ്ങനെ ഈ വീടിന്റെ പരിസരത്ത് കയറിയിട്ട് എന്റെ മുട്ടുകാരി ഞാൻ തല്ലുപിടിക്കുക. പറഞ്ഞേക്കെ ഓരോ കൂട്ടുകെട്ട്. ഇനി ഞാൻ പോവില്ല. അല്ലേലും അങ്ങനെ ഓവറായിട്ട് നല്ലവനായാലും പ്രശ്നം തന്നെ. ഇന്നൊരു ദിവസം കൊണ്ട് നിർത്താൻ തന്നെയായിരുന്നു എന്റെ പ്ലാനും. അയ്യോ, കൂടുതൽ അഭിനയിക്കല്ലേ, കൂടുതൽ അഭിനയിക്കരുത്. ഇന്ന് പിടിച്ചതുകൊണ്ടാണ് നീ ഒറ്റ ദിവസം ഒന്നും നടക്കണം. നീ പല ദിവസം ഇവിടെ നിന്ന് പോയിട്ടുണ്ടാവും. നമ്മൾ ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇതേപോലെ തിയേറ്ററിൽ വെച്ച് കണ്ടിട്ടുണ്ടാവില്ല. കൂടുതൽ അഭിനയിക്കരുത് എന്റെ അടുത്ത്. എന്നാലും ഏത് നശിച്ചവനാണോ എന്തോ എന്നെ തിയേറ്ററിൽ ഇത് ആര്? ഞാനാണ് കണ്ടത്. ഞാനും അവളും. എപ്പ? പെരുമ്പാവൂര് പോയില്ല. പടം കാണാൻ ഉച്ചക്ക് കയറി. എങ്ങനെ? പെരുമ്പാവൂര് പോയപ്പോഴത്തേക്ക് അവിടെ പോയപ്പോ അവിടെ ആളില്ലായിരുന്നു. അപ്പൊ തിയേറ്ററിൽ പോയി. എന്ത്? അല്ല, പക്ഷേ ഈ പെരുമ്പാവൂരിൽ നിന്ന് ഇവിടെ വരെയുള്ള ടൈം ഗ്യാപ്പ് അങ്ങോട്ട് സെറ്റ് ആവണില്ലല്ലോ മാമ. ടൈം ഗ്യാപ്പ് സെറ്റ് ആവാന്ന് മെട്രോയിൽ വന്ന്. പെരുമ്പാവൂര് മെട്രോ ഇല്ല. ആലുവരെ മെട്രോ പണിഞ്ഞിട്ടുള്ളൂ ഇതുവരെ. മാമി അമ്മൂമ്മ ചോര് സത്യം പറയിപ്പിക്കാം അമ്മൂമ്മ. സത്യം പറ മോളെ, നിങ്ങൾ അവന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോയതാണോ? കൈ മാറ്റടാ, കള്ളത്തരം കാണിക്കാത്ത കൈ മാറ്റടാ. നിന്റെ മുടി ഒതുക്കലപ്പോ. പറ മോളെ, സത്യം പറ. എന്താടാ തള്ള ആടണത്? പറ ചേച്ചി. സത്യം പറഞ്ഞ ഞാൻ നിരപരാധിയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് എല്ലാരും വിളിച്ചോണ്ട് പോവാന്ന്. അപ്പൊ ഈ ശ്രീ പറഞ്ഞ് നമ്മൾ കുറെ നാളായില്ലേ ഫ്രീ ആയിട്ട് പുറത്തു പോയിട്ട്, അപ്പൊ നമുക്ക് ഒരുമിച്ച് പോവാം. അങ്ങനെ നമ്മൾ ഹോട്ടലിലും മോളിലും പറ പോരട്ടെ. പിന്നെ ഉച്ചക്ക് സിനിമയ്ക്ക്. ഇത് അടുക്കളയിൽ രാവിലെ വെച്ച് എനിക്കൊരു സംശയം തോന്നിയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെന്തിനാ അവരുടെ കാര്യത്തിൽ അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യം ഇല്ലേ, അതുകൊണ്ടാണ് മിണ്ടാതെ. എന്തായാലും പുറത്ത് വന്നല്ലോ, നന്നായി. നിങ്ങൾക്ക് എവിടെ പോകാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ? നമ്മളോട് അമ്മായിയമ്മ സ്വാതന്ത്ര്യം തരണില്ലേ? അതുകൊണ്ട് അവരെ പേടിച്ചാണ് നിങ്ങൾ പോയത്. അമ്മയെ പേടിച്ചാ പോയത്. അമ്മമാരെ ഇടയിൽ സ്വസ്ഥത കിട്ടാൻ വേണ്ടിയാ പോയത്. അങ്ങനെ തെളിച്ച് പറ. അതുകൊണ്ടാണാ? മനസ്സിൽ പോലും വിചാരിച്ചില്ല. ആണാണോ ശ്രീകുട്ട? തന്നെ മാമി ഇവിടെ നിൽക്കുന്നുണ്ട്. മാമിയുടെ പറയാതെ പോയെന്ന് പറഞ്ഞാൽ മാമിയുടെ ശല്യം കരുതി പോയതാണ്. അങ്ങനെയല്ലേ? മനസ്സാവാതെ അറിയാത്ത കാര്യം പറയാതെ. പോത്തോല വളർന്നിട്ടും എന്തിനാണ് പോത്തോല വളർന്നിട്ട് ഈ കള്ളം പറഞ്ഞു പോണത്? സത്യം പറഞ്ഞിട്ട് പോയിക്കൂടെ? കേട്ടില്ലാണ് നിന്റെ അടുത്ത് തന്നെ ചോദിക്കണത്. അവന്റെ അടുത്തല്ല, നിന്റെ അടുത്ത ചോദിച്ചത് ഞാൻ. ഇതൊക്കെ കണ്ടല്ലേ പിള്ളേര് പഠിക്കണത്. എനിക്കറിയാം അവനോട് ചന്ത, സൂപ്പർ മാർക്കറ്റ്, കട എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ ഇഷ്ടമില്ലാത്തോണ്ടാ. അമ്മ അങ്ങനെയൊന്നും പറയല്ലമ്മ. ഇപ്പൊ പോയത് പോട്ട്, ഇനി മേലെ ആവർത്തിക്കരുത്. മാരേജ് നിന്നെ അല്ല മോളെ ഞാൻ പറഞ്ഞത്. ഇവന്റെ സ്വഭാവം മാറി. ഇവനെ ഞാനുണ്ടല്ലോ ഇതുപോലുള്ള കുറെ പെങ്കോത്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടടാ. ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, സൂക്ഷിച്ച് സംസാരിക്കണം.